ഹലോ ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി. ഇത് ഞങ്ങളുടെ ഷോപ്പിംഗ് സീരീസ്, വെക്കേഷൻ ഷോപ്പിംഗ് സീരീസിൻ്റെ പാർട്ട് 2 എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നെസ്റ്റോയിലിരുന്നാണ്. നെസ്റ്റോയിൽ ഞങ്ങൾ കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങി. അപ്പം ഞങ്ങളങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും അധികം കഴിക്കാറില്ല. പക്ഷേ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട് നാട്ടിൽ. അപ്പം ഞങ്ങൾ രണ്ട് വീട്ടിലേക്കും, എൻ്റെ വീട്ടിലേക്കും ഫ്രണ്ട് വീട്ടിലേക്കും ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ വാങ്ങി. കുറച്ച് സോപ്പ് അങ്ങനത്തെ കാര്യം ഒത്തിരിയൊന്നും നമ്മൾ വാങ്ങിയില്ല. നമ്മൾ ഒത്തിരിയൊന്നും ഇവിടുന്ന് അങ്ങനെ ചുമ്മാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിംഗ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെയാണ് വാങ്ങുന്നത്. എല്ലാം ഒരു കടയിൽ നിന്ന് വാങ്ങാറില്ല. എല്ലായിടത്തുനിന്നും കുറച്ച് സാധനങ്ങളെ വാങ്ങാറുള്ളൂ. സോ ഇവിടുന്ന് നെസ്റ്റോയിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലടച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിയായി. ഊണ് കഴിക്കാൻ സമയമായി. അപ്പം ഈ നെസ്റ്റോ ഇരിക്കുന്നത് ഇവിടെ ദുബായ് അൽനാദയിലാണ്. അപ്പോൾ അവിടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഫുഡ് ബുക്ക്. അപ്പം അവിടെ നിന്ന് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ അവിടെ സാറ്റർഡേ ആയിരുന്നുകൊണ്ട് ഒന്നുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ അന്ന് അവിടെ സദ്യ കിട്ടിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് ഇന്നിവിടെ മീൽസ് ഇല്ല, അവർക്ക് ശനി ഞായറും സദ്യയേ ഉള്ളൂ. സോ അവർ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. വെച്ചാൽ ഞാൻ ഓണത്തിനൊക്കെ ഇവിടെ സദ്യ പാർസൽ വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സദ്യ അപാര ടേസ്റ്റായിരുന്നു. ഈ കപ്പ കൊണ്ടിട്ടത് നല്ല വെണ്ണ പോലെ സോഫ്റ്റ് കപ്പയായിരുന്നു. പിന്നെ ഈ സദ്യയുടെ കൂടെ തന്നെ അവർ കുറച്ച് മീൻകറിയും കൂടെ തന്നു കേട്ടോ. ആ മീൻകറി, തേങ്ങ അരച്ച മീൻകറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇച്ചിരി ചൂരക്കറിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സദ്യക്കുള്ള സാധാ കൂട്ടാൻ, പപ്പടം, പരിപ്പ്, അവിയൽ, പച്ചടി എല്ലാം ഉണ്ടായിരുന്നു. ഒരു വെള്ള കളറിൻ്റെ ഒരു പച്ചടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കാൻ ഇത് എന്താ, മധുരവും ഉണ്ട് അതിന്. വെള്ളരിക്ക പച്ചടിയാണ് സാധാരണ വെളുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഫ്രൂട്ട് പച്ചടിയാണ്. പൈനാപ്പിളും ഗ്രേപ്സും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടപ്രഥമൻ വരെ ഉണ്ടായിരുന്നു. സോ നല്ലൊരു സദ്യയുമായിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റിലുമായിരുന്നു കേട്ടോ. സാധാരണ സദ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റേറ്റാണ്. ഇത് അൺലിമിറ്റഡ് സദ്യയുമായിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റ് വരുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ചിങ്ങമൊന്നുമായിരുന്നു. അപ്പം നമുക്ക് അടിപൊളി ഒരു സദ്യ ചിങ്ങമൊന്നിന് ഉച്ചയ്ക്ക് തന്നെ കിട്ടി, പ്രതീക്ഷിക്കാതെ. ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് എവിടെയെങ്കിലും ഒരു മീൽസ് കയറി കഴിക്കാം എന്ന് വിചാരിച്ചൊക്കെ ഞങ്ങൾ കടയിൽ കയറിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് നല്ലൊരു സദ്യ കിട്ടി. ഞങ്ങൾ നല്ല സന്തോഷത്തോടെ കഴിച്ചു കേട്ടോ. പ്രേണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു സദ്യ. എല്ലാ കൂട്ടാനും ഇഷ്ടപ്പെട്ടു, എനിക്കും എല്ലാ കൂട്ടാനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫുഡ് ബുക്കിലെ സദ്യ അടിപൊളിയാണ്, ആർക്ക് വേണേലും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി. അവിടെ അടുത്ത് തന്നെ നമുക്ക് ഡേ ടു ഡേ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അപ്പം ദുബായിൽ ഡേ ടു ഡേ എന്ന് പറഞ്ഞാൽ പല കടകളുണ്ട് കേട്ടോ. ഡേ ടു ഡേയുടെ തന്നെ അവിടെ എന്ന് പറഞ്ഞാൽ പ്രൈസ് നല്ല ചീപ്പായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ആകട്ടെ ഒരുപാട് ഷോപ്പിങ്സ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ചോക്ലേറ്റ്സ് ഒന്നും ഇവിടുന്ന് വാങ്ങാറില്ല. നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ലുലു, നെസ്റ്റോ അങ്ങനെ വാങ്ങാറുള്ളൂ. ഇവിടെ ചോക്ലേറ്റ്സ് വരെ കിട്ടും വളരെ ചീപ്പായിട്ട്. ഞങ്ങളിവിടെ കയറിയത് കുറച്ച് ഹോം ഡെക്കോറിൻ്റെ ഐറ്റംസ് ചീപ്പായിട്ട് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ചീപ്പായിട്ട് ഇവിടെ കിട്ടും, നല്ലതുമാണ്. നമ്മൾ ഈ ഹോം ഡെക്കോർ ഐറ്റംസിനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്നതിൽ വലിയ അർത്ഥമില്ലാന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇത് സോൾട്ട് ആൻഡ് പെപ്പർ ഇടുന്ന ആണ് ഒരു അപ്പൂപ്പന് മുമ്പ് ഞങ്ങളുടെ ഇവിടെ ദുബായിലെ ഫ്ലാറ്റിലും നമ്മൾ സ്വർണ്ണം വെച്ചിട്ടുണ്ട്. സോ അത് നോക്കി. പിന്നെ കുറേ കീ ചെയിൻസ് ഒക്കെ ഇങ്ങനെ നോക്കി, ദുബായ് എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ വാങ്ങിയതാണ്. കുട്ടികൾക്കായാലും കൊടുക്കാമല്ലോ, അവർക്ക് ഒരു സന്തോഷം. മാത്രമല്ല കുറേ സോഫ്റ്റ് ടോയ്സും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല. നമ്മൾ ജസ്റ്റ് ഈ ഹോം ഡെക്കോറിന് വേണ്ടിയിട്ടുള്ള ചില ഐറ്റംസ് ബ്രേണിൻ്റെ വീട്ടിൽ വെക്കാൻ പറഞ്ഞായിരുന്നു വേണമെന്ന്. അവർക്കൊരു ഷോ കേസൊക്കെ ഉണ്ട് പഴയ സ്റ്റൈലിൽ. സോ അവിടെ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോം ഡെക്കോർ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങി. കുറച്ച് നമ്മൾ ടെമൂലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയും പോരാ, കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് വെച്ചു, നോക്കാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന. പിന്നെ അഫോർഡബിൾ റേറ്റും ആണല്ലോ, ഞാൻ പറഞ്ഞല്ലോ, വലിയ വിലയൊന്നും ഇവിടില്ല. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു കോയിൻ ബാങ്ക്, പിക്കി ബാങ്ക് ഒക്കെ പറയത്തില്ല, അതുപോലെ സാധനമായിരുന്നു. ഇത് നമ്മുടെ സാമ്പ്രാണി കത്തിച്ച് വെക്കുന്ന സാധനം കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ ക്വാളിറ്റി അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് അടയ്ക്കുന്നതും തുറക്കുന്നതും ഭയങ്കര എന്താ പറയുന്നത്, ഒരു സ്റ്റിഫായിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ അവിടെ പൊട്ടൽ പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്ത് തടിയുടെ ആയതുകൊണ്ട്. സോ അത് നമ്മൾ എടുത്തില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്, ഞങ്ങൾ വേറെ ഏതോ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ വണ്ടി കണ്ടില്ല, ഈ വണ്ടി നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇതൊക്കെ വളരെ വില കുറവാണ് കേട്ടോ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മറ്റു കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ നല്ല റേറ്റിൽ കിട്ടും. നമുക്ക് വീട്ടിലേക്കൊക്കെ നാട്ടിലേക്കൊക്കെ വാങ്ങിക്കൊണ്ട് പോകാൻ നല്ലൊരു ഓപ്ഷനാണിത്.
അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചു. ഇവിടെ നിന്ന് ഇതെല്ലാം വാങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ രാത്രിയാകുമ്പോൾ വീണ്ടും ഞങ്ങൾ ഇറങ്ങി ലുലുവിലേക്ക്. അപ്പോൾ ലുലുവിൽ പോയിട്ട് അവിടുത്തെ ഓഫർ സെക്ഷനൊക്കെ കുറേ കറങ്ങി. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമല്ലോ, അപ്പോൾ അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് റിച്ചർ സ്പോട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ചോക്ലേറ്റിൻ്റെ. സോ അതിൻ്റെ ഒരു ചോക്ലേറ്റ്സ് വാങ്ങി. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റ് ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുക, എന്തോ ഒരു പ്രത്യേക പേരുള്ളൊരു ഗ്രിസ്ബി എന്നോ എന്തോ. സോ ഇതെന്താണെന്ന് ശരി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അതിൽ കുറച്ചെടുത്തു. പിന്നെ ഇത് സൊഹാർ ചിപ്സ്, ഇത് ദുബായിൽ, UAE അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലുള്ള മിക്ക ആൾക്കാർക്ക് അത് അറിയാം. പക്ഷെ നാട്ടിൽ എനിക്ക് തോന്നുന്നത് ഇത് കിട്ടാറില്ല. ആൻഡ് എൻ്റെ ബ്രദറൊക്കെ കുറച്ച് പൊട്ടറ്റോ ചിപ്സ് ഫാനാണ്. അപ്പോൾ ഞാൻ എപ്പോൾ പോയാലും ഇതൊന്നും വാങ്ങാറില്ല കേട്ടോ. ബട്ട് ദിസ് ടൈം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചൊന്ന് അവർക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തു നോക്കാം, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കുറച്ചൊരു ഫ്യൂ പാക്കറ്റ്സ് വാങ്ങി. അതിൻ്റെ വലിയ ബോക്സായിട്ട് കിട്ടും കേട്ടോ, കാട്ടണിൽ. അത് അത്രയും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു 2-3 ഫ്ലേവേഴ്സ് ഉണ്ട്. സോ അതിലെല്ലാം 1-2 വീതം വെച്ച് എടുത്തു. എന്നിട്ട് ബ്രേൻ്റെ ഒരു നാട്ടിൽ കൊണ്ടുവന്ന പെട്ടി, ലാസ്റ്റ് ടൈം ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പം ഞങ്ങൾക്ക് എന്തോ ബുദ്ധിയില്ലായിരുന്നു അന്നേരം. സാധാരണ ഞങ്ങൾ അച്ചാറൊന്നും പെട്ടിക്കാതെ കൊണ്ടുവരാറില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ പെട്ടിയിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കാട്ടൻ്റെ പകരം എന്തോ ചെയ്തു, പെട്ടിക്കകത്ത് അച്ചാർ കയറ്റി വെച്ചു. ഇവിടെ വന്നപ്പോൾ പെട്ടിക്കകത്ത് മൊത്തം അച്ചാറായി. സോ അത് നമുക്ക് കളയേണ്ടി വന്നു, ഡിസ്പോസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഇത്തവണ നാട്ടിൽ പോകാൻ വീണ്ടും ഒരു പെട്ടി ഡെൽസ്ലി പാരീസിൻ്റെ ആണ്. എൻ്റെ പെട്ടി ഇത് തന്നെയാണ്. അപ്പോൾ പ്രേണു അത് തന്നെ വാങ്ങി. എൻ്റെ അത് വേറെ ഒരു മെറ്റീരിയലാണ്, ക്ലോത്ത് ടൈപ്പൊക്കെ ഇല്ലേ, അത്രയാണ്. ഇത് ഈ എന്താണ് പറയുന്നത്, ഇതൊരു ഫൈബർ ടൈപ്പ്. പക്ഷെ നല്ല പെട്ടിയാണ് കേട്ടോ, നല്ല സ്ട്രോങ്ങുമാണ്. അപ്പോൾ പ്രേൺ കറക്കിയും നൂർത്തും ഓടിച്ചുമൊക്കെ നോക്കി എൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന്. നല്ലതാണ്, നല്ല പെട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കിപ്പം ഇങ്ങനത്തെ എല്ലാ സൈഡിലോട്ടും തിരിയുന്ന സൈസ് പെട്ടിയല്ലേ ഇപ്പോൾ ഒക്കെ മേടിക്കാൻ കിട്ടുന്നത്. സോ ആ പെട്ടിയും എടുത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പം വീണ്ടും രാത്രി 9:30 കഴിഞ്ഞു. അപ്പം ഞങ്ങൾ സാറ്റർഡേ ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഷോപ്പിംഗ് നടക്കുന്നതുകൊണ്ട് നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ലുലു തന്നെ മേളിൽ കാലിക്കറ്റ് നോട്ട്ബുക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നറിന് പ്രേണ് എന്തോ വീറ്റ് പൊറോട്ടയാണെന്ന് തോന്നുന്നു കഴിച്ചത്. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. ഒരു ചില്ലി ചിക്കൻ സെമി ഗ്രേവി എന്തോ ആയിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ആഹാരമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കുടിച്ചു, ഡിന്നറും കഴിച്ച്. കുഴപ്പമില്ലാത്ത ആഹാരമൊക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടിയൊക്കെ ആയിട്ട്. അപ്പം ട്രോളിയിൽ പെട്ടി വെക്കാൻ പറ്റില്ല, കുറച്ച് വലുതാണ്. ഫ്രണ്ട് കയ്യിൽ തന്നെ എടുത്തേക്കാം. അപ്പം ഞാൻ പറയുമായിരുന്നു പെട്ടി റോഡിലിട്ട് ഒരയ്ക്കല്ലേ, അവിടെ എവിടെയൊക്കെ അഴുക്കൊക്കെ ഉണ്ട്, ബിക്കോസ് വീട്ടിൽ കൊണ്ട് വെക്കണ്ടായതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത്. ഫ്രണ്ട് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ താഴെ വെച്ചല്ലേ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ അത് സാരമില്ല, ഇപ്പോൾ പുതിയതല്ലേ, ഇപ്പോൾ തറയെ വെക്കണ്ട, ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് സീരീസ് 2ൽ. ഇനിയും വരുന്നതായിരിക്കും കേട്ടോ, അധികമൊന്നുമില്ല, ഇനി 1-2 വരും ഷോപ്പിംഗ് സീരീസ് തന്നെ, വെക്കേഷൻ. സോ എല്ലാവരും കാണണം, ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. പേർഷ്യൻ മലയാളി പേര് മറക്കരുത്. സോ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ വീഡിയോസിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെട്ടു, എന്ത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങളുടെ ഈ വെക്കേഷൻ ഷോപ്പിംഗ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളോട് പറയണം. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി, സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗ് ആയിരുന്നു. സാധനങ്ങൾ വാങ്ങി, എല്ലാം പെട്ടിയും എല്ലാ സാധനവും എടുത്തിട്ട് ഞങ്ങളുടെ കാറിൽ വെച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഷോപ്പിംഗ് വീഡിയോയിൽ. ഇനിയും സീരീസ് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.